സാർ. താൻ ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, അകത്തുള്ള കാര്യങ്ങൾ നോക്കണം. വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നാ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയണം, മനസ്സിലായോ? ഇവിടുത്തെ കാര്യം സോറി, ഞാൻ സാരംഗ് സാറിനൊന്ന് കാണാൻ വന്ന. സാരംഗ് ഇവിടെ ഇല്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. പണ്ടത്തെ പോലെ പെർമിഷൻ ഇല്ലാണ്ട് കാണണ്ട. ബൃന്ദ പൊയ്ക്കോളൂ. അരുൺ, ഇതിനു മുമ്പ് താനിവിടെ വന്നപ്പോ സംഭവിച്ച കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഐ എം സോറി. ഞാനിവിടുത്തെ ശമ്പളക്കാരന് എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ ബോസിനെ ഒരാൾ ആക്രമിക്കുന്ന കണ്ടാൽ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, നല്ല കാര്യം. അരുണിന് എന്താ സംഭവിച്ചതെന്ന് ഞാൻ കുറച്ച് വൈകി അറിഞ്ഞത്. സംഭവിച്ചതിൽ എവിടെയോ ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ സാരംഗിനോടൊന്ന് സംസാരിക്കട്ടെ. സാരംഗ്, അരുണ് കാണണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് താല്പര്യമില്ല. അയാൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് വന്നിരിക്കുക. ഇവിടെ ഒരു സംസാരം ഉണ്ടാവാൻ നോക്കേണ്ട ഉത്തരവാദിത്വം സാരംഗിൻ്റെതാ. താൻ വിളിക്ക്. തനിക്ക് ചെല്ലാം. ബട്ട് റിമെമ്പർ വൺ തിങ്, ഈ ഓഫീസിനൊരു അന്തസ്സുണ്ട്. അത് പാലിക്കാൻ ഇവിടെ വരുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇരിക്ക്. എന്താ? എന്നെ കൊല്ലാൻ ശ്രമിച്ചത് സാറാണോ? നേരിട്ടല്ല, അതിനാളെ അയച്ചോന്ന് എനിക്കറിയേണ്ടത്. എനിക്ക് ശത്രുക്കളുണ്ട്. അവരെ പല രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട്. ബട്ട് സോറി അരുൺ, ആ വലുപ്പം അരുണിനില്ല. എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് സാറാവാതിരിക്കട്ടെ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പിന്നെ ഞാനിപ്പോൾ വന്നത്, സാറിന് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ എന്നോട് തീർക്കണം എന്നുണ്ടെങ്കിൽ ദാ ഞാൻ മുന്നിലുണ്ട്. ഇപ്പോഴാവാം. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിനർത്ഥം എന്ത് കേട്ടാലും അതിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നു എന്നല്ല. എൻ്റെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്താൽ അതാരായാലും ഞാൻ പ്രതികരിച്ചിരിക്കും. ഡോക്ടർ മൈഥിലി പല രീതിയിലും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇനി അത് മാറ്റാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ പല വഴികളും അറിയാവുന്ന സാറിന് അതിലെന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഫൈറ്റ് ചെയ്യും സാർ. ബിക്കോസ് കാരണങ്ങളൊന്നുമില്ലാതെയാണ് നിങ്ങളെന്നെ കുറ്റവാളിയാക്കുന്നത്. കണ്ടോ രഞ്ജിത്ത്, എൻ്റെ ഓഫീസിൽ എൻ്റെ മുമ്പിൽ വന്ന് ഇത്രയൊക്കെ പറയാൻ ഇവൻ എവിടെന്നാ ധൈര്യം കിട്ടിയത്? സാരംഗ്, അവനൊരു ചാവേറ. എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ചിലർ ഇറക്കുന്ന ചാവേറ്. ജന്മം തന്നെ ഭാഗ്യദോഷമാണ്. ജീവിതവും അങ്ങനെയായി പോവും. അവൻ ചോദിച്ചാൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇതുവരെയുള്ള സംഭവങ്ങളിലില്ല. ഇനിയുള്ളതിൽ ചിലപ്പോൾ സംഭവിക്കും. Mm-hmm.
യാമി മോള് ജ്യൂസ് കുടിക്ക്. മോള് വളരെ സെൻസിറ്റീവ് ആണല്ലേ? അച്ഛൻ എന്നോട് പറഞ്ഞു. പക്ഷേ യാമിയുടെ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടമായി. അച്ഛനാണ് ശരിയെന്ന് മനസ്സിലായപ്പോ പൂർണ്ണമായും അച്ഛനോടൊപ്പം നിന്നില്ലേ? ദാറ്റ്സ് ഗുഡ്. ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നത് യദു അമ്മയോട് പറയും. സോ വാട്ട്? ഞാൻ സാരെങ്കിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ട്. അമ്മ ബഹളം വെക്കും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. യാമി മോള് പൂർണ്ണമായും അച്ഛന്റെ കൂടെ നിൽക്കുമ്പോ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല, തെറ്റ് ചെയ്യുന്നവര് അതിന് മറ പിടിക്കാൻ വേണ്ടി പുറത്ത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സത്യത്തില് അമ്മ ഇത് മക്കളോട് ചെയ്യുന്ന ക്രൂരതയാ. നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കണ്ടേ? പ്രത്യേകിച്ചും ഇത്രയും നല്ല പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാള്. അമ്മയുടെ കാര്യം പറയണ്ട. ഓക്കെ, ആന്റി ഇതുപോലെ ഇടയ്ക്ക് വരാം. സ്കൂൾ ടൈമിൽ വേണ്ട. അച്ഛന്റെ പെർമിഷൻ എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാം. വേണ്ട. അച്ഛന് മോളുടെ കാര്യത്തില് നല്ല വിഷമമുണ്ട്. എന്നോട് പറഞ്ഞു, മോൾക്ക് പ്രത്യേകിച്ചൊരു എന്റർടൈൻമെന്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല, മോൾ ഒറ്റപ്പെട്ടിരിക്കുന്നുവെന്ന്. അതൊന്ന് മാറ്റാനാ ആന്റിയുടെ ഉദ്ദേശം. ആന്റി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? യാമിയുടെ അച്ഛൻ എന്റെ ഫ്രണ്ട് അല്ലേ? അപ്പോ യാമി മോളുടെ കാര്യത്തില് എനിക്കൊരു താല്പര്യം ഉണ്ടായാൽ എന്താ? റിലേഷൻസ് അങ്ങനെയല്ലേ? മൈഥിലി, യാമി മോള്. അവൾക്കെന്നാ സ്കൂളുണ്ടല്ലോ. ആ, ഹലോ മൈഥിലി, നിനക്കിന്ന് ക്ലാസ്സില്ലേ? ക്ലാസ് ഉണ്ട് മോളെ. ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചതാ. നീ എന്തിനാ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ? ഇതുപോലെ ആരെങ്കിലും വന്ന് വിളിച്ചാ കൂടെ ഇറങ്ങിപ്പോരാനാണോ നിന്നെ ഞാൻ സ്കൂളിലേക്ക് അയക്കുന്നത്? മൈഥിലി പ്ലീസ് മായ, ഇത് ഞാനും എന്റെ മോളും തമ്മിലുള്ള പ്രശ്നം, അതിലിടപെടരുത്. യാമി, നിന്നോടാ ഞാൻ ചോദിച്ചത്. മൈഥിലി, യാമി എഴുന്നേക്ക്. എഴുന്നേക്ക. ഏയ്, വാ നടക്ക്. എന്താ തന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ കൂട്ടുകെട്ടിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. വാട്ട്സ് റോങ്? ഞാൻ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, സാർ അങ്ങ് പെർമിഷൻ തന്നു. അതിനെന്താ? അന്യരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ വല്ലാത്ത മിടുക്കാണെന്ന് തോന്നുന്നു. അനാമികയുടെ പേരില് ചില നുഴഞ്ഞുകയറ്റമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, അപ്പൊ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയാം. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പിൻബലം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. മൈഥിലി എന്റെ ഫ്രണ്ടാ. അവളുടെ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളുണ്ട്. അത് മുതലെടുക്കാൻ വരുന്നവരാരായാലും അവരുടെ കരണം നോക്കി ഒന്ന് കൊടുക്കാൻ എനിക്ക് ഒരു മടി ഉണ്ടാവില്ല. യു ഒന്ന് ചുമ്മാതിരി. ഒരു കാര്യം പറഞ്ഞേക്കാം, യാമി കൊച്ചുകുട്ടിയാ. കുത്തിവെച്ചാൽ ഏത് വിഷവും അവളുടെ മനസ്സിനേൽക്കും. അങ്ങനെയുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടന്നാൽ സാരംഗിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്കൊരു വിഷയമല്ല. ആ പാവത്തിനെ വിട്ടേക്കടോ. അവൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് തനിക്കൊന്നും മനസ്സിലാവില്ല. ക്ലാസ് ടൈമിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങി കൂടെ പോരാ മാത്രം ആ സ്ത്രീയുമായിട്ട് നിനക്ക് എന്ത് ബന്ധമാണെന്നാ ഞാൻ ചോദിച്ചത്. യാമി, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയോന്ന്? എന്തിനാ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയത്? പറ. അത് വിട് മൈഥിലി. അതെങ്ങനെയാ വിടുന്നേ? ചെയ്തതെന്തോ മഹാകാര്യം എന്നുള്ള നിലയിൽ അവളുടെ നിപ്പ്. യാമി, നിന്റെ ഉദ്ദേശം എന്താ? അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി വഴിതെറ്റി പോകുന്ന കുറെ മക്കളുടെ കഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. അത് പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ വേണ്ട. അവരെ നിനക്ക് മുൻപേ പരിചയമുണ്ടോ, ഈ മായ മഹേശ്വരിയെ? എന്താ മറുപടി പറയാത്തെ? മായ എന്റെ അച്ഛന്റെ ഫ്രണ്ടാ. അച്ഛന്റെ ഫ്രണ്ടാണെങ്കിൽ നീ എന്തിനാ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നത്? ക്ലാസ് ടൈമിൽ നിന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കുമ്പോ തന്നെ അതൊരു നല്ല ലക്ഷണം അല്ലാന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ലേ യാമി നിനക്ക്? എന്നെ ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛനാ പറഞ്ഞത്. ആന്റിയോട് അച്ഛൻ പറഞ്ഞാ എനിക്ക് അനുസരിക്കാലോ. അച്ഛൻ പറഞ്ഞ നീ എന്ത് കേൾക്കോ?
കേൾക്കും. അച്ഛൻ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓ, അപ്പൊ അമ്മയുടെ തെറ്റാണ് പ്രശ്നം. ആന്റിയും മോളും കൂടെ അത് തന്നെയായിരുന്നോ ചർച്ച? അതൊക്കെ അമ്മ എന്തിനാ അറിയുന്നേ? അമ്മ എന്തിനാ അറിയുന്നെന്നോ? നീ എന്തിനാ മൈഥിലി അമ്മയെന്ന് വിളിക്കുന്നേ? അത് തന്നെയാ അമ്മ ചോദിക്കുന്നതിന്റെ കാരണവും. എന്തായാലും ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. മോൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ കണക്കെന്താന്ന് അച്ഛൻ തന്നെ പറയട്ടെ. അതാ നല്ലത് മൈഥിലി. ഈ വഴിയിൽ വെച്ച് ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിന്റെ ആന്റിയോട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാണുണ്ടെങ്കിൽ ഇനി നിന്റെ കൂട്ടാൻ അവര് വരില്ല. നീ വാ, വന്ന് വണ്ടി കയറ്. ഞാനില്ല, ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു പോയിക്കോളാം. ഓ, അത്ര ആത്മാർത്ഥതയൊന്നും നീ കാണിക്കണ്ട. നമ്മൾ ഒരുമിച്ചാ വീട്ടിലേക്ക് പോകുന്നത്. പറ്റില്ല. പറ്റും. മര്യാദയ്ക്ക് വണ്ടി കയറ്. യാമി, വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കാൻ നിൽക്കല്ലേ. നിന്നെ വീട്ടിലേക്കല്ലേ വിളിക്കുന്നത് അമ്മയും. കേറടി വണ്ടിയില്. കേറ്. യാമി, അവിടെ നിക്ക്. സുമ, സാറിനെ വിളിച്ചിട്ട് വാ. എന്നെ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നേ? അച്ഛൻ വരട്ടെ. നിനക്ക് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അളവ് എത്രയാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എന്താ? മോൾ അച്ഛനോട് യാത്ര പറഞ്ഞ് ഇവിടുന്ന് സ്കൂളിലേക്കല്ലേ പോകുന്നത്? അവള് സ്കൂളിൽ തന്നെ ഉണ്ടോന്ന് അച്ഛൻ അന്വേഷിക്കാറുണ്ടോ? എന്റെ മോളെ കുറിച്ച് അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അച്ഛൻ തിരക്കില്ലെന്നുള്ള ധൈര്യമായിരിക്കും മോള് ക്ലാസ് ടൈമിൽ കോഫി ഹൗസിൽ ചെന്നിരിക്കുന്നത്. യാമി, ഈ പറഞ്ഞ ശരിയാണോ? ആണ്. ഞാൻ മായന്റിയുടെ കൂടെയാ പോയെ. എന്തോന്നും മിണ്ടാത്തെ? മായാമഹേശ്വരിക്ക് മോളെ സ്കൂളിൽ ചെന്ന് വിളിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? അതോ ആര് വന്ന് വിളിച്ചാലും പോകാനുള്ള സ്വാതന്ത്ര്യം മോൾക്ക് കൊടുത്തിട്ടുണ്ടോ? മായ എന്റെ പാർട്ണറാണ്. ചിലപ്പോ ആ സ്വാതന്ത്ര്യം കൊണ്ട്. പാർട്ട്ണറുടെ സ്വാതന്ത്ര്യം ഓഫീസ് കാര്യത്തിലാ, കുടുംബകാര്യത്തിലല്ല, മക്കളുടെ കാര്യത്തിലും അല്ല. താൻ ഈ വിഷയം ഇത്ര വലുതായി കാണേണ്ട കാര്യമില്ല. മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആ, അഥവാ സംഭവിച്ചാലും സാരംഗിന്റെ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. സാരംഗെ, സത്യം പറയാലോ, ഇങ്ങനൊരു റിയാക്ഷൻ അല്ല തന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ല, സത്യത്തിൽ ഈ കുഞ്ഞിനോട് തനിക്ക് വല്ല കമ്മിറ്റ്മെന്റും ഉണ്ടോ? അനാമിക, എന്നോട് നിങ്ങളുടെ കുടുംബ വിഷയത്തിൽ സംസാരിക്കേണ്ടെന്നൊന്ന് ശബ്ദമുയർത്തിയാൽ അതോടെ തീരും. പക്ഷേ സാരംഗ് സ്വന്തം മകളെ അങ്ങനെ കാണുമ്പോ ഒരമ്മ അനുഭവിച്ചൊരു ടെൻഷനുണ്ട്. അത് ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടു. അച്ഛാ, ഞാൻ ഇനി ക്ലാസ് കട്ട് ചെയ്ത് ഒരിടത്തും പോയില്ല. ഞാൻ പ്രോമിസ് ചെയ്യാം. ശരി, മോള് പൊയ്ക്കോളൂ. യാമി, സാരംഗ്, യാമി മോളോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം അവൾ എന്നെ എതിർക്കുന്നതിനുള്ള കൂലിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സ്വാതന്ത്ര്യം അവളെ എൻജോയ് ചെയ്യുന്നത്. അവള് വഴിതെറ്റരുത്. എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം. അവൾക്കൊരു വഴിയും തെറ്റില്ല. വാക്കുകൾ കുറച്ചധികം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. സൂക്ഷിച്ചു വെക്കാനുള്ള വാക്കുകളാ. തിരിച്ചു വരും സാരംഗ്. ഇതല്ല കാലം നടത്തിത്തരാത്ത അത്ഭുതങ്ങളുണ്ടോ? അനാമിക, ഞാനിപ്പോ വരാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മായാമഹേശ്വരിയുടെ യഥാർത്ഥ സ്ഥാനം എന്താ? ആരെങ്കിലും മായാമഹേശ്വരിയെ ചോദ്യം ചെയ്താൽ സാരംഗിന് ദേഷ്യം വരുന്നു. ഒന്നല്ല പലവട്ടം മൈഥിലിയെ കാണാൻ മായാമഹേശ്വരി ശ്രമിക്കുന്നു. ഇപ്പൊ യാമിമോളുടെ കാര്യത്തില് മായാമഹേശ്വരിക്ക് മറ്റാർക്കും ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ സാരംഗ്? മൈഥിലിയുടെ എല്ലാ കാര്യങ്ങളിലും അനാമിക ഇടപെടുന്ന എങ്ങനെയാ? ഫ്രണ്ട്ഷിപ്പിന്റെ സ്വാതന്ത്ര്യമല്ലേ? ഇതും അതുപോലെയാ. എന്റെ മകളുടെ കാര്യത്തിൽ മായാമഹേശ്വരി ഇടപെടുന്നത് അതേ സ്വാതന്ത്ര്യത്തിലാ. സാരംഗിന് അക്കാര്യം ഷുവറാണല്ലോ. മൈഥിലിയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം മായാമഹേശ്വരിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ യാമിമോൾക്ക്? അനാമിക, വേണ്ട. പിന്നെ അവൾക്ക് എന്താ എത്ര സ്വാതന്ത്ര്യം? ഇതാരാ ഇത് അനുവദിച്ചു കൊടുത്തത്? ആ സ്ത്രീ നിങ്ങൾക്കൊരു ബാധ്യതയാകും, അതുറപ്പാ. ഇതുവരെ എന്റെ ബിസിനസ്സിൽ ആരും എനിക്കൊരു ബാധ്യതയായിട്ടില്ല. മായാമഹേശ്വരി ഒരിക്കലും ആവില്ല. അത് പ്രതീക്ഷിച്ച് ആരും ബുദ്ധിമുട്ടണ്ട. എനിക്കെന്ത് ബുദ്ധിമുട്ട്? യാമി വളർന്നു വരുന്നൊരു പെൺകുട്ടിയാ.
അവളുടെ ഈ പ്രായത്തില് എങ്ങോട്ട് വേണമെങ്കിലും അവൾ ചെന്ന് വീഴാം. പൂ വിരിച്ചു കൊടുത്ത് അവളോട് നടന്നോളാൻ മാത്രം പറഞ്ഞാ പോരാ. അവൾ എവിടേക്കാണ് നടക്കുന്നതെന്ന് അച്ഛന് നല്ല ബോധ്യം വേണം. അല്ലെങ്കിൽ പിന്നെ കരയേണ്ടി വരും. രഞ്ജിത്ത്, എന്റെ പാർട്ണറുടെ കാര്യത്തിൽ അനാമയ്ക്ക് എന്തിനാണ് ഇത്ര ടെൻഷൻ? മായാമഹേശ്വരിയുടെ കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടാണ് അനാമിക സംസാരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, തൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാനത് കേട്ട് മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ? സാരംഗ്, അവളൊരു പക്ഷേ മൈഥിലിയോടുള്ള അടുപ്പം കൊണ്ട്. സോ വാട്ട് രഞ്ജിത്ത്, ഒരേ ഒരു വാചകം കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാൻ സിമ്പിളായിട്ട് എനിക്ക് പറ്റും. പക്ഷെ ഞാൻ നമ്മുടെ പൂർവ്വകാലം ഓർക്കും, എൻ്റെ സൗഹൃദത്തെ മാനിക്കും. അത് എൻ്റെ കുറവായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയാം അനാമികയോട്. പറയണം. അനാമികയും മൈഥിലിയും തമ്മിലുള്ള സൗഹൃദം വിലക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ആ സൗഹൃദം എനിക്ക് ബുദ്ധിമുട്ടാവരുത്. സ്ത്രീകൾ ഒന്നിച്ച് മുന്നേറ്റം നടത്തുന്നത് ഇപ്പോഴത്തെ ഒരു ഫാഷനാ. സ്വാഭാവികമായിട്ടും അവർക്കപ്പോൾ കുറ്റം പറയാനുള്ളത് പുരുഷന്മാരെ തന്നെയായിരിക്കും. അതൊക്കെ അവരുടെ ഇഷ്ടം. അനാമികയോട് പറഞ്ഞേക്ക്, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഓവറായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നത് ദോഷഫലമുണ്ടാക്കുമെന്ന്. പിന്നെ എനിക്കൊരു യാത്രയുണ്ട്, ഒരു ബിസിനസ് ടൂർ. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് പോകാനുള്ള മനസ്സില്ല. പക്ഷേ പോയേ പറ്റൂ. ഞാനില്ലാത്ത സമയത്ത് അനാമിക എന്റെ വീട്ടില്, പ്രത്യേകിച്ച് എന്റെ മകളുടെ അടുത്ത് സ്വാതന്ത്ര്യം എടുക്കാൻ ശ്രമിക്കരുത്. യാമി മോളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം പോലും അനാമികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. സാരംഗ്, താൻ കരുതുന്നത് പോലെ തന്റെയോ യാമിമോളുടെയോ ശത്രുവായിട്ടൊന്നും അനാമിക മാറിയിട്ടില്ല. അത് തന്റെ തോന്നല. അവളുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ ഞാൻ പറയാം. പക്ഷേ ഒരു ശത്രുത വേണ്ടടോ. ഓക്കെ രഞ്ജിത്ത്, തനിക്കറിയാവുന്നതുപോലെ എന്റെ സ്വപ്നങ്ങൾ വളരെ വലുതാണ്. സാധാരണ ആളുകൾ പറയുന്ന പോലെ ചിറക് വിരിച്ചങ്ങ് പറക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കുതിക്കണം, അതാണ് ഞാൻ പറയുന്ന വാക്ക്. അതിന് എന്റെ സ്ഥാപനവും എന്റെ കുടുംബവും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ കരുതി. പക്ഷെ എന്റെ കുടുംബം എന്നെ ചതിച്ചു. പിന്നെയുള്ളത് ഈ സ്ഥാപനമാ. അത് രഞ്ജിത്തിന്റെ ചുമതലയില്ല. ഇതെങ്കിലും എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാമോ? തന്റെ ഓഫർ സ്വീകരിച്ച് ഞാനിവിടെ ഒന്ന് കയറുമ്പോൾ തനിക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഒബീഡിയന്റ് ആയ, സിൻസിയറായ ഒരു സ്റ്റാഫായിരിക്കുമെന്ന്. അതിലെന്തെങ്കിലും മാറ്റം വന്ന താൻ ആവശ്യപ്പെടാതെ തന്നെ ഒരു രാജിക്കത്ത് എഴുതി വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അതുവരെ തനിക്ക് എന്നെ വിശ്വസിക്കാം, പരിപൂർണമായും വിശ്വസിക്കാം. സോറി മൈഥിലി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കൂ. താങ്ക് യു. ആക്ച്വലി ഞാൻ യാമിമുള്ള സ്കൂളിൽ നിന്ന് കൂട്ടിയത്. മതി. യാമിമോളുടെ കാര്യത്തില് ഒരു എക്സ്ക്യൂസും ഞാൻ കേൾക്കില്ല. ഞാൻ സാരംഗിനോട് വിളിച്ചു പറയാൻ തുടങ്ങുകയായിരുന്നു. നിങ്ങളുടെ പ്രായമൊന്നും എനിക്കറിയില്ല, പക്ഷെ ബിസിനസ് പാരമ്പര്യമൊക്കെ ഒരുപാട് അവകാശപ്പെടുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ അവളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അനുവാദം ഇല്ലാതെ സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് മര്യാദയാണോ? അങ്ങനെ ചോദിച്ചാൽ അല്ല. എങ്ങനെ ചോദിച്ചാലും മര്യാദയല്ല. പിന്നെ എന്തിനാ നിങ്ങളത് ചെയ്തത്? യാമിമോളുടെ കാര്യത്തില് സാരംഗൊന്നും പറയില്ല എന്നുള്ള ധൈര്യമോ? ഞങ്ങളുടെ കുടുംബകഥകൾ മുഴുവൻ അറിയാന്നുള്ള ചങ്കൂറ്റം അല്ലേ? ഞാനങ്ങനെ വിളിച്ചിറക്കിയെന്ന് വെച്ച് യാമിമോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അന്തസ്സില്ലായ്മയ്ക്ക് നിറം പിടിപ്പിച്ചാ അത് നല്ല വാചകം ആവില്ല മായാമഹേശ്വരി. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? നോ. അപ്പോ നിങ്ങൾക്ക് കുടുംബജീവിതത്തിനെ കുറിച്ച് അറിയില്ല. ഒരുപക്ഷെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, അതിലൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ പറ്റുമായിരുന്നു. ആദ്യമായിട്ട് നിങ്ങൾ എന്നെ കാണാൻ വന്ന ദിവസം നിങ്ങൾ എന്നോട് പറഞ്ഞത് കള്ളമായിരുന്നു. അന്ന് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നിങ്ങളാണ് മായാമഹേശ്വരി എന്ന് എന്നെ അറിയിക്കുക. ഞാൻ ചിലപ്പോ പേടിച്ചു പോകുന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നു. ബട്ട് ഐ എം വെരി സോറി. അന്തസ്സോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ പേടിപ്പിക്കാനുള്ള പവറൊന്നും
മായാമഹേശ്വരിയിൽ ഞാൻ കണ്ടിട്ടില്ല. മൈഥിലി പ്ലീസ്, എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച എനിക്കും തിരിച്ചു പറയേണ്ടി വരും. പറയ്, കേക്കട്ടെ. ഒന്നും പറയാനില്ല അല്ലേ? ചെറിയ താളപ്പിഴകളുള്ള കുടുംബങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ഇത്തിൽ കണികൾ വളരാൻ ആരംഭിക്കും. അവർക്കുള്ള വളം ആ താളപ്പിഴ സംഭവിച്ച വീട്ടിലെ ഏതെങ്കിലും ഒരാൾ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വളരുന്ന ഇത്തിൽ കണികൾക്ക് അറിയില്ല, ഒരിക്കൽ ആ കുടുംബം ഒരുമിച്ചാ ആദ്യം പറിച്ചെറിയാൻ പോകുന്നത് അവരെയാന്ന്. ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ യാമിയുടെ കാര്യം, അവൾക്ക് അച്ഛനും ഉണ്ട് അമ്മയുണ്ട്. അവളുടെ കാര്യങ്ങൾ നോക്കാൻ പുറത്തുനിന്ന് ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച ചിലപ്പോൾ ഞാനത് കണ്ടില്ല എന്നടിക്കും. പക്ഷെ ഇനി മേലാൽ എൻ്റെ മോളെ ബുദ്ധിമുട്ടിച്ച ഒരമ്മയുടെ ഭാഷയിൽ പറയാ ഞാൻ ഒരിക്കലും പൊറുക്കില്ല. മായാമഹേശ്വരി ഒരുപാട് ബുദ്ധിമുട്ടും. മൈഥിലി, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ. സാധാരണ ഇവിടെ ഞാൻ ശബ്ദം ഉയർത്താറില്ല. എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഞാനിപ്പോൾ പറയുന്നത് വളരെ മാന്യമായിട്ടാണ്. അതോ ഇനി എന്റെ ശബ്ദം ഉയരണോ? ജീവിതം ആഘോഷാക്കിയ മായാമഹേശ്വരിക്ക് ആസ്വദിക്കാനുള്ളതൊക്കെ ഈ ഭൂമിയിൽ ഇഷ്ടം പോലെയുണ്ട്. അത് മറ്റൊരാളുടെ കുടുംബജീവിതം തട്ടിപ്പറിച്ചുകൊണ്ടാവണ്ട. ചെല്ല്.